നമസ്കാരം. മിറക്കിൾ ടാരോട്ട് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്ന റീഡിംഗ്, നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്നും എന്തെങ്കിലും മറച്ചു വെച്ചിട്ടുണ്ടോ? നിങ്ങൾ അറിയാത്ത എന്തെങ്കിലും രഹസ്യം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾക്ക് അവരുടെ മേലുണ്ടായ സംശയം സത്യമാണോ? ഈ ഒരു റീഡിംഗ് ആണ് ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽലെസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ഇതിനകത്തുണ്ട്. നിങ്ങളുമായിട്ട് റെസൊണേറ്റ് ആവുന്നത് മാത്രം സ്വീകരിക്കുക, അല്ലാത്തതൊക്കെ വിട്ട് കളയുക. ഒരിക്കലും നെഗറ്റീവ് എനർജീസിനെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക. ഇതൊരു ടൈംലെസ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങളിത് എപ്പോഴാണോ കാണുന്നത് ആ ഒരു ടൈം തൊട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ഇത് റെസൊണേറ്റ് ആവാൻ തുടങ്ങുന്നതായിരിക്കും. ആദ്യം തന്നെ പറഞ്ഞല്ലോ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എന്ന്. നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയണം, അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻ, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ സിറ്റുവേഷൻസിനെ കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ കിട്ടണമെന്നുണ്ടെങ്കിൽ അത് പേഴ്സണൽ റീഡിംഗ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. പേഴ്സണൽ റീഡിംഗ് എടുക്കുന്നതിലൂടെ നിങ്ങളുടെ പ്രശ്നത്തിന് നിങ്ങൾക്ക് പരിഹാരവും കണ്ടെത്താൻ സാധിക്കുന്നതാണ്. പ്രശ്ന പരിഹാരത്തിനായിട്ട് പേഴ്സണൽ റിച്വൽസ് ഉപയോഗിച്ച്, പേഴ്സണൽ സ്പെൽ വർക്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ആ ഒരു പ്രശ്നം നിങ്ങൾക്ക് എന്നേക്കുമായിട്ട് തന്നെ സോൾവ് ചെയ്യാൻ സാധിക്കുന്നതുമാണ്. പേഴ്സണൽ റീഡിംഗ് എടുക്കുവാനും പേഴ്സണൽ റിച്വൽസ് ചെയ്യുവാനും വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. എപ്പോഴും പറയുന്ന പോലെ വീഡിയോയുടെ അവസാനം ഒരു റിച്വലാണ് കാണിക്കുന്നത്. അവസാനം വരെ കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അവർക്ക് നിങ്ങളുടെ അടുത്ത് സ്നേഹം വരുവാനും തേർഡ് പേഴ്സണിനെ ഉപേക്ഷിച്ച് നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുവാനും വേണ്ടിയിട്ടുള്ളൊരു റിച്വലാണ് കാണിക്കാൻ പോകുന്നത്. പാലുപയോഗിച്ചിട്ട് ചെയ്യേണ്ട ഒരു റിച്വലാണ്. വീഡിയോയുടെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. വന്നിരിക്കുന്ന കാർഡ്സ് എല്ലാം എന്തൊക്കെയാണെന്ന് നോക്കാം. ഓം നമഃ ശിവായ. ആദ്യം തന്നെ വന്നിരിക്കുന്ന കാർഡ് 9 of Wands, ദ സ്റ്റാർ കാർഡ്, 2 of Cups, 9 of Cups, Queen of Pentacles, the Magician card, Wheel of Fortune, 10 of Cups, Knight of Pentacles, the High Priestess, 7 of Cups, 6 of Swords, the Devil card, 3 of Cups, the Wheel of Fortune, King of Swords, Queen of Pentacles, again 3 of Swords, the Hanged Man, 4 of Swords, 6 of Swords, the Devil card. ബോട്ടം ഓഫ് ദ ഡെക്കായിട്ട് വന്നിരിക്കുന്നത് 5 of Wands ആണ്. നമുക്ക് റീഡിംഗ് നോക്കാം. നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ എനർജി, അവരുടെ മനസ്സിൽ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ശരിക്കും ഒരു അവിയൽ പരുവായിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ കുഴഞ്ഞു മറിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളറിയാത്ത, നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്ന ഒരുപാട് രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന ഒരു മനസ്സിൻ്റെ ഉടമയായിട്ടാണ് നിങ്ങളുടെ വ്യക്തി ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ പല കാര്യങ്ങൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ തന്നെയും അതിനെ വളച്ചൊടിച്ച് അത് അങ്ങനെയല്ല എന്നാക്കി തീർക്കാനുള്ള ശ്രമത്തിലുമാണ് നിങ്ങളുടെ വ്യക്തി എന്ന് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിൽ ഒരുപാട് പേരുടെ എനർജീസ് ഉണ്ട്. ഇപ്പോൾ കോണ്ടാക്റ്റിൽ ഇരിക്കുന്നവരുമായിട്ടുള്ള എനർജീസ് ഉണ്ട്. നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിട്ടുള്ളവരുടെ എനർജീസ് ഉണ്ട്. ഒരു ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പ് അവരുടെ എനർജീസിനകത്ത് വന്നിട്ടുണ്ട്. നിങ്ങളുമായിട്ട് ഇപ്പോൾ കോണ്ടാക്റ്റിലിരിക്കുന്ന ആ ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് ബ്രേക്കപ്പ് ആയില്ല, പക്ഷേ സ്റ്റിൽ കോണ്ടാക്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ അടുത്ത് അവർ പല രീതിയിലുള്ള കള്ളം പറയുന്നുണ്ട് എന്ന് തന്നെ കാണുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ കോൾ ചെയ്യുകയാണെങ്കിലും മെസ്സേജ് ചെയ്യുകയാണെങ്കിലും അവർ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നത് നിങ്ങളെ ഇങ്ങോട്ട് വിളിക്കാം, അല്ലെങ്കിൽ അവർ ഫ്രീ ആവുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങോട്ട് മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാം എന്നൊക്കെയാണ് നിങ്ങളുടെ അടുത്ത് റിപ്ലൈ തരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളെന്ന വ്യക്തി നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തിക്ക് മറ്റൊരു സ്ത്രീ അല്ലെങ്കിൽ പുരുഷനുമായിട്ടൊരു സാമ്പത്തിക ഇടപാട് അവർ നടത്തുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവാം, നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോൾ റിലേഷൻഷിപ്പ് ഉള്ള ആ ഒരു തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് ഓൾറെഡി മാരീഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണോ എന്ന്. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോൾ റിലേഷൻഷിപ്പ് ഉള്ള ആ ഒരു തേർഡ് പേഴ്സൺ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിക്ക് വേറൊരു റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ ആ വ്യക്തി മാരീഡോ ആണ്. ആ ഒരു വ്യക്തിക്ക് വേറൊരു പാർട്ട്ണർ ഉള്ളതായിട്ട് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തിക്കും ഈ ഒരു തേർഡ് പേഴ്സണും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരിക്കലും അതൊരു പ്രണയബന്ധമായിട്ട് കാണാൻ സാധിക്കുന്നില്ല. അതൊരു ജസ്റ്റ് ഒരു ടൈം പാസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. എന്തിൻ്റെയൊക്കെ
ഒരു അട്രാക്ഷൻ്റെ പുറത്തുള്ള ഒരു ഫിസിക്കലായിട്ടുള്ള റിലേഷൻഷിപ്പ് ആവാം. ആദ്യം ഒരു സാമ്പത്തിക ഇടപാടിൽ നിന്നായിരിക്കാം അവർ തുടങ്ങിയിരിക്കുന്നത്. ആ ഒരു ബന്ധം, ഒരു സഹായം, അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത ഒരു സഹായത്തിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സിമ്പതി, ഒരു സ്നേഹം, പിന്നെ ഒരു അട്രാക്ഷൻ, പിന്നാണ് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നത് എന്ന് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ നിങ്ങൾ രണ്ടൊരു റിലേഷൻഷിപ്പിലിരിക്കുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാൻ സാധിക്കും ഈ ഒരു തേർഡ് പേഴ്സൺ ആരാ എന്നുള്ളത്. നിങ്ങൾക്കൊരു ഊഹം കിട്ടിയിട്ടുണ്ടാവാം. പക്ഷെ പലതവണയും നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ പേര് നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ആ ഒരു ചോദ്യത്തിൽ നിന്നും നിങ്ങളുടെ വ്യക്തി പലതവണയും രക്ഷപ്പെടാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനാണ്, അല്ലെങ്കിൽ ഒരു ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് സംശയമുണ്ടായിരുന്ന ആ ഒരു വ്യക്തി ആരാണോ ആ ഒരു റിലേഷൻഷിപ്പിൽ തന്നെയാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ പെട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് കാരണമാണ് നിങ്ങൾ തമ്മിൽ ബ്രേക്കപ്പ് ഉണ്ടായത് എന്ന് തന്നെയാണ് ഇവിടെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോഴും ഈ ഒരു തേർഡ് പേഴ്സണുമായിട്ടൊരു സാമ്പത്തിക ഇടപാട് നിങ്ങളുടെ വ്യക്തിക്ക് ഉള്ളതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം ആ ഒരു തേർഡ് പേഴ്സണുമായിട്ട് ഒരു ടൈം പാസിനുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിലും ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു റിലേഷൻഷിപ്പ് നിർത്താൻ ഉദ്ദേശിച്ചിട്ടില്ല. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർക്ക് രണ്ടുപേർക്കും നല്ല രീതിയിൽ ആ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാവുന്നതായിട്ട് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു തേർഡ് പേഴ്സൺ ആണെങ്കിലും നിങ്ങളുടെ വ്യക്തിയാണെങ്കിലും അവരവരുടെ പാർട്ട്നേഴ്സിനെ നല്ല രീതിയിൽ ചീറ്റ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ശരിക്കും നിങ്ങൾ തമ്മിൽ ശരിക്കും ഒരു വഴക്കുണ്ടാവുന്നതും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ ഇവിടെ നിങ്ങൾ തമ്മിൽ ഇനിയൊരു വഴക്കിന് ഉള്ള സാധ്യത കാണുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ തമ്മിൽ ബ്രേക്കപ്പ് ആണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു തേർഡ് പേഴ്സണിൻ്റെ പേര് പറഞ്ഞ് പലതവണയായിട്ട് നിങ്ങളൊരു കലഹം, ഒരു ഭയങ്കര രീതിയിലുള്ളൊരു ഉണ്ടായതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ പലതവണയും ഇവരുടെ അടുത്ത് ഓരോ സംശയങ്ങൾ ചോദിക്കുമ്പോഴും അവർ പറഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങൾക്ക് ഭയങ്കര സംശയ രോഗമാണ്, അല്ലാതെ അവരൊരു തെറ്റും ചെയ്തിട്ടില്ല, നിങ്ങളല്ലാതെ അവരുടെ ലൈഫിൽ വേറൊരു വ്യക്തികളും ഇല്ല എന്നൊക്കെയാണ് നിങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇത്രയും നാളും ഈ നിമിഷം വരെയും നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ വ്യക്തി പറഞ്ഞത് മുഴുവനും കള്ളമാണ് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തി ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തില്ലെങ്കിൽ പോലും നിങ്ങളുടെ പേഴ്സൺ അങ്ങോട്ട് ഈ ഒരു തേർഡ് പേഴ്സണിനെ നിരന്തരമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ എന്തൊക്കെ രീതിയിലും നിങ്ങളുടെ വ്യക്തിയെ കൊണ്ട് ഈ ഒരു സത്യം പറയിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ഈ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്ത് തുറന്ന് ഒരു കാര്യം, ഈ ഒരു തേർഡ് പേഴ്സണുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം തുറന്ന് പറയില്ല എന്ന് തന്നെ വ്യക്തമായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ഈ ഒരു തേർഡ് പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നിങ്ങളുടെ വ്യക്തി രഹസ്യമായിട്ട് തന്നെ സൂക്ഷിക്കാനാണ് അവർ ആഗ്രഹിച്ചിരിക്കുന്നത്. പുറത്ത് മറ്റാരും ഈ ഒരു വ്യക്തിയുടെ നാവ് കൊണ്ട് അറിയുവാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെ ഇവിടെ കാണുന്നുണ്ട്. ഇതിനകത്ത് ഈ ഒരു തേർഡ് പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നിങ്ങളുടെ വ്യക്തി തുടങ്ങിയത് പെട്ടെന്നുണ്ടായ ഒരു ഇമോഷൻസിൻ്റെ പുറത്തല്ല എന്ന് തന്നെയാണ് ഇവിടെ വ്യക്തമായിട്ട് കാണിക്കുന്നത്. അവർ ശരിക്കും ആലോചിച്ച് ഉറപ്പിച്ചിട്ട് എടുത്തൊരു തീരുമാനമായിട്ടാണ് ഇവിടെ കാണുന്നത്. ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിൽ വേണമെന്ന് ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തി ശരിക്കും ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ഒരു തേർഡ് പേഴ്സണും നിങ്ങളുടെ വ്യക്തിയെ വിട്ടു പോകാൻ ഈ ഒരു തേർഡ് പേഴ്സൺ ഒട്ടും ഉദ്ദേശിച്ചിട്ടില്ല എന്ന് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ബെനിഫിറ്റ് ഉള്ളതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു റിലേഷൻഷിപ്പ് നിർത്തുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി പലതവണയും നിങ്ങളുടെ അടുത്ത് വഴക്കുണ്ടാക്കുമ്പോഴും എന്തിനാണോ വഴക്കുണ്ടാക്കുന്നത് ലാസ്റ്റ് എല്ലാ കുറ്റവും നിങ്ങളുടെ പുറത്താക്കുന്ന രീതിയിലാണ് ഇവിടെ കാണുന്നത്. വഴക്കുണ്ടാക്കുമ്പം നിങ്ങൾ ചിലപ്പോൾ മിണ്ടാതിരിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് നിർത്തുവാണെന്ന് പറയുന്നുണ്ടാവാം. ആ ഒരു സമയത്തൊക്കെ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഈ നിങ്ങൾ നിർത്തിയിട്ട് പൊക്കോളൂ, നിങ്ങളെ ഇനി ആ വ്യക്തിക്ക് ആവശ്യമില്ല. അങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെയും പിന്നെയും ആ ഒരു വ്യക്തി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ വ്യക്തി ഇതുവരെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുമെന്ന് തന്നെയാണ്. എന്നിട്ട് നിങ്ങളുടെ അടുത്ത് ഒരു പ്രോമിസും തരാനുള്ള സാധ്യതയുണ്ട്. ഇനി ആ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്ത് കള്ളം പറയില്ല എന്നുള്ളതും, ഈ ഒരു തേർഡ് പേഴ്സണെ കുറിച്ചിട്ട് നിങ്ങളുടെ വ്യക്തി ആ ഒരു ടൈമിലും നിങ്ങളുടെ അടുത്ത് തുറന്ന് പറയുന്നതായിട്ട് ഇവിടെ കാണുന്നില്ല. നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്ത് തെറ്റ് ചെയ്തിട്ടില്ല, നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടില്ല, എല്ലാം നിങ്ങളുടെ സംശയം മാത്രമാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുമായിട്ടുള്ള പ്രശ്നം സോൾവ് ആക്കുന്നത് ഇവിടെ കാണുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ഓർക്കുക, നിങ്ങളുടെ അടുത്ത്
നിങ്ങളുമായിട്ടുള്ള ആ ഒരു പ്രശ്നം സോൾവ് ചെയ്തിട്ടാണ് വന്നത് എന്നുണ്ടെങ്കിൽ തന്നെയും ഈ ഒരു തേർഡ് പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അവർ ഇപ്പോഴും രഹസ്യമായിട്ട് സൂക്ഷിക്കുന്നുണ്ട്. തേർഡ് പേഴ്സണുമായിട്ട് നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോഴും കോണ്ടാക്റ്റ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. പലതവണയും നിങ്ങളുമായിട്ട് എന്തെങ്കിലും ഒരു ബിസിനസ്സിൻ്റെ ആവശ്യമാണെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെന്നോ അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിനെ കാണാൻ പോവുകയാണെന്നോ ഒക്കെ പറഞ്ഞ് യാത്ര പോകുന്നത് ഈ ഒരു തേർഡ് പേഴ്സൻ്റെ അരികിലേക്കാണ് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ ആക്ച്വലി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂണിവേഴ്സിന് ഇവിടെ ഒറ്റ കാര്യം പറയാനുള്ളൂ. നിങ്ങൾ ഇനി നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് നിരന്തരമായിട്ട് ഇപ്പോൾ നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, ആരാണ് ഈ ഒരു തേർഡ് പേഴ്സൺ, നിങ്ങൾക്ക് ഞാനല്ലാതെ മറ്റാരെങ്കിലുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടോ? ഇതൊക്കെ നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പേഴ്സണാണ്. ഇപ്പോൾ നിങ്ങൾ റിലേഷൻഷിപ്പ് അല്ല, ബ്രേക്കപ്പ് ആണെങ്കിൽ തന്നെയും നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് മെസ്സേജ് അയച്ചിട്ടാണെങ്കിലോ അല്ലെങ്കിൽ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടാണെങ്കിലോ ഈ ഒരു ചോദ്യം ചോദിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ ഒരു ചോദ്യം ഇവിടെ ആദ്യം സ്റ്റോപ്പ് ചെയ്യണമെന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളുടെ വ്യക്തി ഈ ഒരു തേർഡ് പേഴ്സണിനെ കുറിച്ച് നിങ്ങളുടെ അടുത്ത് പറയാൻ ഉദ്ദേശിച്ചിട്ടേ ഇല്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഇങ്ങനെ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ പറയുന്നത്? അത് നിങ്ങളൊന്ന് ചിന്തിക്കുക. ഇവിടെ ബുദ്ധി ഉപയോഗിച്ചിട്ടാണ് ഓരോ കാര്യം നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ ആ വ്യക്തിയുടെ അടുത്ത് ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു, അവരെ ചോദ്യം ചെയ്യുന്നു, ലാസ്റ്റ് നിങ്ങൾ തെറ്റുകാരൻ അല്ലെങ്കിൽ തെറ്റുകാരിയാവുന്നു, നിങ്ങൾക്ക് സംശയരോഗമാണെന്ന് പറയുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്കാണ് മറ്റൊരു വ്യക്തിയുമായിട്ട് റിലേഷൻഷിപ്പ്, അത് മറയ്ക്കാനാണ് നിങ്ങൾ ഈ ഒരു വ്യക്തിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അങ്ങനെയൊക്കെയുള്ള ഒരു ബ്ലെയിമാണ് നിങ്ങളുടെ പുറത്തോട്ട് വന്ന് വീഴുന്നത്. അതുകൊണ്ട് നിങ്ങളിവിടെ ആ ഒരു വ്യക്തിയെ ചോദ്യം ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യൂ എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ മുമ്പിൽ സത്യം എന്താണെന്ന് യൂണിവേഴ്സ് തെളിയിച്ചു തരും എന്ന് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ ഒരു കാര്യത്തിൻ്റെ പിന്നാലെ പോകുന്നത് നിർത്തുക, എന്നിട്ട് നിങ്ങൾ നോക്കുക. കാരണം എന്ന് വെച്ചാൽ നിങ്ങളുടെ ഭാഗത്ത് ഇവിടെ തെറ്റ് ഉള്ളതായിട്ട് കാണുന്നില്ല. നിരന്തരമായിട്ട് നിങ്ങളുടെ അടുത്ത് വന്ന് കള്ളം പറഞ്ഞിട്ട് തെറ്റുകൾ ചെയ്യുന്നത് മുഴുവൻ നിങ്ങളുടെ പേഴ്സണായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ വെയിറ്റ് ചെയ്യുക. നിങ്ങൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്ത് നിന്ന് എന്തൊക്കെയാണോ മറച്ചത്, ആ മറച്ച കാര്യങ്ങളെല്ലാം യൂണിവേഴ്സ് നിങ്ങളുടെ മുന്നിൽ വെളിപ്പെടുത്തി തരുമെന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ ഇവിടെ ചെയ്യേണ്ട മറ്റൊരു കാര്യം, ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങൾ സാമ്പത്തിക സഹായം കൊടുക്കുകയാണെങ്കിൽ ആ ഒരു സാമ്പത്തിക സഹായം കൊടുക്കുന്നത് നിർത്തുക. കാരണം നിങ്ങളുടെ അടുത്തുനിന്ന് അവർ ഇനിയും സാമ്പത്തികം ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അവർ നിങ്ങളുടെ അടുത്ത് എന്ത് കാര്യം പറഞ്ഞിട്ടാണോ സാമ്പത്തികം ചോദിക്കുന്നത് അതൊക്കെ കള്ളമാണ് എന്നാണ് ഇവിടെ കാണുന്നത്. ഇപ്പോൾ അവർക്ക് എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസസ് ആണെന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അവരുടെ പേരൻസിന് സുഖമില്ലെന്ന് പറഞ്ഞിട്ടോ അവർ ആദ്യം ഒരു വിഷമം നിങ്ങളുടെ അടുത്ത് അഭിനയിച്ച് കാണിക്കും. നിങ്ങളുടെ മനസ്സ് അവർക്ക് കാശ് കൊടുക്കേണ്ട രീതിയിലേക്ക് അവർ കൺവേർട്ട് ചെയ്തെടുക്കും. അത്രയ്ക്ക് ബുദ്ധിയുള്ളൊരു ആളായിട്ടാണ് നിങ്ങളുടെ പേഴ്സണിനെ ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തി എന്ത് വന്ന് പറഞ്ഞാലും നിങ്ങൾ കാശ് ആ ഒരു വ്യക്തിക്ക് കൊടുക്കാതിരിക്കുക. കാരണം ഈ ഒരു നിങ്ങളുടെ കയ്യിൽ നിന്ന് സാമ്പത്തികം വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുന്നത് മുഴുവൻ ഈ ഒരു തേർഡ് പേഴ്സൺ ആണ്. നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് കരഞ്ഞ് അഭിനയിക്കാനുള്ള സാധ്യതയുണ്ട്, വന്ന് കാല് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാലും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്നും പോയിട്ടില്ല. അതങ്ങനെ പെട്ടെന്ന് പോകുന്ന ഒരു എനർജി അല്ല എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കുക. തേർഡ് പേഴ്സണ് നിങ്ങളുടെ വ്യക്തിയുടെ അടുത്തും നിങ്ങളുടെ വ്യക്തിക്ക് തേർഡ് പേഴ്സണിൻ്റെ അടുത്തുള്ളയും ആ ഒരു ബോണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്ട്രോങ് ആണ്. ഒരു പക്ഷേ നിങ്ങളുടെ വ്യക്തി ഒരു ബ്ലാക്ക് മാജിക് ചെയ്തിട്ടുണ്ടാവാം ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയെ വിട്ടു പോവാതിരിക്കാൻ. അത്രയ്ക്കും ഈ ഒരു തേർഡ് പേഴ്സണിന് നിങ്ങളുടെ വ്യക്തി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എന്ന് തന്നെ ഇവിടെ വ്യക്തമായിട്ട് അറിയാൻ സാധിക്കുന്നുണ്ട്. ഇനിയും നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾ വിശ്വസിക്കരുത്. കാരണം നിങ്ങളുടെ അടുത്ത് കാര്യങ്ങളെല്ലാം വളച്ചൊടിച്ച് വേറൊരു ആംഗിളിൽ വെച്ചിട്ടാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്ത് എല്ലാം അവതരിപ്പിക്കുന്നത്. സ്വന്തമായിട്ടുള്ള ആഗ്രഹം നിറവേറാനും അവരുടെ സാറ്റിസ്ഫാക്ഷനും വേണ്ടിയിട്ട് അവർ ഏത് എക്സ്റ്റെൻറ്റ് വരെയും പോകുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയായിട്ടാണ് നിങ്ങളുടെ പേഴ്സണിനെ ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത് ഇനി ആ ഒരു വ്യക്തിയുടെ പിന്നാലെ പോയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാണ്ടിരിക്കുക. നിങ്ങളുടെ സാമ്പത്തികം നിങ്ങളുടെ പേഴ്സണിന് കൊടുക്കാതിരിക്കുക. നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്ത് പറയുന്ന കാര്യങ്ങളൊന്നും വിശ്വസിച്ച് അതിനനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുക. ഇനി നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്നും അകന്ന് പോകാതിരിക്കാൻ
അതായത് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും തമ്മിൽ ഒരു വഴക്കുണ്ട്, കലഹമുണ്ട്, നിങ്ങളുടെ വ്യക്തിക്ക് മറ്റൊരു റിലേഷൻഷിപ്പ് ഉണ്ട്, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സ്നേഹം ഒന്നും നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു റിച്വലാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. അതിനായിട്ട് നിങ്ങൾക്ക് ആവശ്യം 1 ഗ്ലാസ് പാലും 1 സ്പൂൺ തേനുമാണ്. നിങ്ങൾ 1 ഗ്ലാസ് പാലെടുക്കുക, അതിൻ്റെ കൂടെ 1 സ്പൂൺ തേനെടുക്കുക, മിക്സ് ചെയ്യുക. എന്നിട്ടൊരു പരന്ന ഒരു ബൗളിലേക്ക് നിങ്ങൾ ഇത് ഒഴിക്കുക. അതിനുശേഷം ഇത് ശ്രദ്ധിച്ച് കേൾക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ വ്യക്തിയുടെ പേര് ആ പാലിൻ്റെ പുറത്ത് കൈകൾ കൊണ്ട് എഴുതുക. വലത്തെ കൈ ഉപയോഗിച്ചിട്ട് വേണം എഴുതാൻ. അതിനുശേഷം തൊട്ട് താഴെയായിട്ട് നിങ്ങളുടെ പേര് എഴുതുക. പാലിൻ്റെ പുറത്താണ് എഴുതേണ്ട, കൈ കൊണ്ടാണ് എഴുതേണ്ടത്. അതിനുശേഷം എഴുതുക, ഞാനും നീയും ഒന്നാകുന്നു. അതിനുശേഷം നിങ്ങൾ ഈ ഒരു പാല് അഫർമേഷൻ കൊണ്ടിട്ട് ഒന്ന് ചാർജ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ടുള്ള അഫർമേഷൻ ഞാനിവിടെ പറയാം. നിങ്ങളുടെ വ്യക്തിയുടെ മുഖം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. നിങ്ങളുടെ വ്യക്തിയുടെ പേര് 3 തവണ നിങ്ങൾ റിപ്പീറ്റായിട്ട് പറയുക. ഈ ഒരു റിച്വൽ ചെയ്യുമ്പോൾ മനസ്സ് കാമായിട്ട് വെക്കണം, റിലാക്സ്ഡ് ആയിട്ട് വെക്കണം. നെഗറ്റീവ് ചിന്ത ഇല്ലാണ്ട് തന്നെ ചെയ്യുക. ആരുടെ അടുത്തും റിവെഞ്ച് എടുക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ ഇതുപോലുള്ള റിച്വൽസ് ചെയ്യാതിരിക്കുക. അത് പിന്നെയും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് ചിന്തകളും ഈ ഒരു റിവെഞ്ച് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റും ഒക്കെ നിങ്ങൾക്ക് തിരിച്ചടി ഉണ്ടാകും. അതുകൊണ്ടാണ് ഈ അഫർമേഷൻ ഇങ്ങനെയാണ്. നിങ്ങളുടെ വലത്തെ കൈയുടെ ഏതെങ്കിലും ഒരു വിരൽ ഈ ഒരു പാലിനകത്ത് മുക്കി വെച്ചതിന് ശേഷം വേണം ഈ ഒരു അഫർമേഷൻ ചൊല്ലാൻ. ഞാൻ എന്നെ സ്നേഹിക്കുന്നതിനാൽ ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എന്നെ കൂടുതൽ സ്നേഹിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട്, എന്നെ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് എനിക്കൊപ്പം എന്നും ഉണ്ടായിരിക്കുന്നതിന് നന്ദി നന്ദി നന്ദി. ഞാൻ എന്നെ സ്നേഹിക്കുന്നതിനാൽ ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എന്നെ ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ ഇന്നും എന്നും എപ്പോഴും സ്നേഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എന്നെ എന്നും എപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ സ്നേഹിച്ചു കൊണ്ടിരിക്കുന്നതിന് നന്ദി നന്ദി നന്ദി. ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എന്നെ കൂടുതൽ സ്നേഹിച്ചുകൊണ്ട് എൻ്റെ സ്നേഹവും സാമീപ്യവും എന്നും ലഭിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് എനിക്കൊപ്പം എന്നും ഉണ്ടായിരിക്കുന്നതിന് നന്ദി നന്ദി നന്ദി. ഇവിടെ ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എന്നതിന് പകരം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ പേര് തന്നെ എടുത്ത് പറയുക. നിങ്ങൾ ഏതൊരു റിച്വലാണെങ്കിലും ഏതൊരു സ്പെൽ വർക്ക് ചെയ്യുകയാണെങ്കിലും അഫർമേഷൻ പറയുകയാണെങ്കിലും അതിനു മുന്നേ നിങ്ങൾ ചില തയ്യാറെടുപ്പുകൾ നടത്തേണ്ടതായിട്ടുണ്ട്. അതായത് കുറച്ച് മെഡിറ്റേറ്റ് ചെയ്ത് മൈൻഡ് ഒന്ന് റിലാക്സ്ഡ് ആക്കുക. പിന്നെ നിങ്ങൾ ചെയ്യാനുള്ളത്, നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുക. ഈ ഒരു അഫർമേഷനിൽ ആദ്യം തന്നെ പറയുന്നുണ്ട്, ഞാൻ എന്നെ സ്നേഹിക്കുന്നതിനാൽ. അതിൻ്റെ അർത്ഥം നിങ്ങളെ തന്നെ സ്വയം സ്നേഹിച്ചു കഴിഞ്ഞാൽ മാത്രമേ മറ്റൊരു വ്യക്തിയുടെ സ്നേഹം നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആവുകയുള്ളൂ. നിങ്ങൾ ഒരു കാര്യം ആലോചിക്കുക, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടേത് മാത്രമാണ്. ഇപ്പോൾ ഈ ഒരു റിച്വൽ ചെയ്യുന്നത് നിങ്ങളുടെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടോ ഭർത്താവിന് വേണ്ടിയിട്ടോ ആണ് എന്നുണ്ടെങ്കിൽ 100% നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. ഇപ്പോൾ നിങ്ങൾ കല്യാണം കഴിക്കാനിരിക്കുന്ന വ്യക്തിയാണ് ഒരു തേർഡ് പേഴ്സൺ, കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇത്രയേറെ മോശാവസ്ഥയിൽ എത്തിയത് എന്നുണ്ടെങ്കിൽ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയാണ്, അതായത് നിങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആ ഒരു വ്യക്തിയാണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് വിധിച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ആരൊക്കെ എന്തൊക്കെ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാലും നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ മടങ്ങി എത്തുന്നതാണ്. ഈ ഒരു റീഡിങ്ങിൽ ശരിക്കും കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ശരിക്കും ത്യാഗം ചെയ്യുന്ന ഒരു പേഴ്സണായിട്ടാണ്. നിങ്ങളുടെ വ്യക്തി ശരിക്കും അവരുടെ സന്തോഷം നോക്കിയിട്ട് മറ്റ് ചില അഡിക്ഷൻ്റെ പിന്നാലെ പോകുന്നതാണ്. അവർക്ക് എന്താണോ സന്തോഷം കിട്ടുന്നത്, എന്താണോ അവർക്ക് ഒരു മനസ്സിന് കുളിർമയും ഒരു ടൈം പാസും ഒക്കെ കിട്ടുന്നത്, സ്വസ്ഥത, അവർക്ക് അവരുടെ കാര്യം മാത്രമാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് സാമ്പത്തികം കിട്ടുന്നത്, അവർക്ക് സന്തോഷം കിട്ടുന്നത് എവിടെയാണോ അവിടേക്ക് മാത്രമേ അവർ പോവുകയുള്ളൂ. ഇവിടെ നിങ്ങളാണ് സഫർ ചെയ്യുന്നത്. നിങ്ങൾക്കാണ് നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് ഒരുപാട് സ്നേഹം കാണുന്നത്. തിരിച്ചിങ്ങോട്ട് ആ ഒരു സ്നേഹവും ആത്മാർത്ഥതയും കാണുന്നില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ അല്ല, അല്ലെങ്കിൽ തന്നെയും ഒരു കുറച്ചെങ്കിലും ഇങ്ങോട്ടൊരു ആത്മാർത്ഥതയും സ്നേഹവും കാണിക്കാത്ത ഒരു വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ സ്വയം നശിക്കേണ്ട ഒരാവശ്യവുമില്ല. നിങ്ങളെ സ്നേഹിക്കാത്തൊരു വ്യക്തിക്ക് നിങ്ങളുടെ സ്നേഹവും അവർ അർഹിക്കുന്നില്ല എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ കൂടെ വന്നിരുന്ന് നിങ്ങളുടെ അടുത്ത് സ്നേഹം അഭിനയിച്ചിട്ട് ആരുടെ അടുത്തൊക്കെയോ ആണ് നിങ്ങളുടെ വ്യക്തി ചാറ്റ് ചെയ്യുന്നത്.
നിങ്ങളുടെ അടുത്ത് കള്ളം പറഞ്ഞിട്ട് മറ്റ് ചില വ്യക്തികളുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാനും ആണ് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നത്. അതിലാണ് നിങ്ങളുടെ വ്യക്തിക്ക് സന്തോഷം കിട്ടുന്നത്. പോരാത്തതിന് നിങ്ങളുടെ കയ്യിൽ നിന്ന് സാമ്പത്തികം വാങ്ങിച്ചിട്ട് ഈ ഒരു തേർഡ് പേഴ്സൻ്റെ സന്തോഷം, ആ ഒരു തേർഡ് പേഴ്സണിനെ സന്തോഷിപ്പിക്കാനാണ് നിങ്ങളുടെ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ സ്നേഹിക്കാത്ത ഈ ഒരു വ്യക്തിയെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ എന്ന് നിങ്ങൾ ഒന്നുകൂടെ ചിന്തിക്കൂ. ഇതാണ് യൂണിവേഴ്സിന് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ പ്രശ്നം അനുഭവിക്കുന്നുണ്ട്. അതായത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ, ബ്ലാക്ക് മാജിക്കിൻ്റെ എനർജി, ഇതൊക്കെ അനുഭവിക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ വ്യക്തമായിട്ടൊരു റീഡിംഗ് എടുത്തതിന് ശേഷം കൃത്യമായിട്ട് സിറ്റുവേഷൻസ് മനസ്സിലാക്കി അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള റിച്വൽസ് നിങ്ങൾ ചെയ്യുക. റിച്വൽസ് നിങ്ങൾ ചെയ്യുന്നതിലൂടെ, പേഴ്സണൽ റിച്വൽ നിങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ പ്രശ്നത്തിന് വ്യക്തമായിട്ടൊരു പരിഹാരവും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. കൃത്യമായിട്ട് നിങ്ങളുടെ പ്രശ്നം സോൾവ് ചെയ്യാൻ സാധിക്കും പേഴ്സണൽ റിച്വൽസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ. നിങ്ങളുടെ പ്രശ്നം എന്ത് തന്നെയാണെങ്കിലും, അത് സാമ്പത്തിക പ്രശ്നമാണെങ്കിലും റിലേഷൻഷിപ്പ് പ്രശ്നമാണെങ്കിലും ഈ ഒരു തേർഡ് പേഴ്സൺ കാരണമുള്ള ശല്യമാണെങ്കിലും അതെല്ലാം ഈ ഒരു പേഴ്സണൽ റിച്വൽസ് ഉപയോഗിച്ച് സാമ്പത്തിക പ്രശ്നത്തിനെ സോൾവ് ചെയ്യാം. തേർഡ് പേഴ്സണെ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ആക്കാനും ഒക്കെ സാധിക്കുന്നതാണ്. നിങ്ങൾ പേഴ്സണൽ റീഡിംഗ് എടുക്കുവാൻ വേണ്ടിയിട്ടും പേഴ്സണൽ റിച്വൽസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് തന്നെ മനസ്സുരുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശവും അഭിപ്രായങ്ങളും കമൻറ്റായും രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു.